യേശുക്രിസ്തുവിന്റെ സ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ ആരാധനയിൽ കടന്നു വരുവാൻ കർത്താവിന്റെ ആത്മാവ് ഇടയാക്കിയ വലിയ ദൈവങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 31-35 വേദഭാഗങ്ങൾ പ്രാരംഭത്തിൽ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 31-35 വേദഭാഗങ്ങൾ. യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, എന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകിയില്ല. 31-35. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. 35-ാമത്തെ വാക്യം അതാണ് വായിച്ചത്. 31. അവൻ വലിയവനാണ്. ദൈവത്തിന് മഹത്വം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ നമ്മളോടൊപ്പമുണ്ട്. കർത്താവിന്റെ ദാസൻ വിശേഷാൽ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു വന്നതും കേട്ടതും ദൈവശബ്ദത്തെ കുറിച്ചാണ്. അതിന്റെ ബാക്കി ഭാഗമല്ല ഇന്ന് എടുക്കുന്നത്. അടുത്ത ഞായറാഴ്ചയിൽ നമ്മളതിന്റെ ബാക്കി ഭാഗം ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് കർത്താവിന്റെ മേശ നമ്മളുടെ മുൻപിലുള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരാലോചന നിങ്ങളുമായി പങ്കുവെച്ച് വേഗത്തിൽ പ്രാർത്ഥിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. കർത്താവിന്റെ മേശ നമ്മുടെ മുൻപിലുള്ളത് കൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രൈസ്റ്റ് സെന്ററായിരിക്കുന്ന ഒരു ഭാഗമാണ്, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഭാഗമാണ് ഈ പകലത്തെ ധ്യാനത്തിന് നാം എടുത്തിരിക്കുന്നത്. ഇന്നത്തെ പ്രധാന ചിന്ത ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. മുഴുവൻ മഹത്വം കർത്താവിന് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ക്രിസ്തുവിന്റെ മഹത്വം ഏതൊക്കെ മേഖലകളിൽ മുഴങ്ങി നിന്നു എന്നുള്ളത് ഒരു 6-7 മേഖലകളിൽ ക്രിസ്തുവിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ചില ഭാഗങ്ങൾ പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുക. ആദ്യത്തെ പദത്തിലാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാം വാക്യത്തിലും 35-ാമത്തെ വാക്യത്തിനകത്തും എഴുതപ്പെട്ടിരിക്കുന്ന പദപ്രയോഗങ്ങൾ വളരെ അർത്ഥവത്താണ്. ആദ്യത്തെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ വലിയവനാകും. സ്തോത്രം. 35-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഒറ്റ പദം, ജനനം തന്നെ ക്രിസ്തുവിനെ മഹത്വം കൊടുപ്പാൻ, ജനനം തന്നെ ക്രിസ്തുവിന് മുഴുവൻ മഹത്വം കൊടുപ്പാൻ തക്കതായ ഒരു ജനനമാണ് യേശു ക്രിസ്തുവിന് ഉണ്ടായിരിക്കുന്നത്. ഹോസ്പിറ്റലുകളിലോ വീടുകളിലോ ഒന്നും അല്ലെങ്കിലും ഒരു പുൽക്കുടിലിനകത്ത് യേശു കർത്താവിന്റെ ജനനം ആസന്നമാകുമ്പോൾ, വഴിയമ്പലത്തിൽ വെച്ച് യേശു കർത്താവ് ജനിക്കപ്പെടുമ്പോഴും ജനനത്തോടുകൂടി യേശു കർത്താവിന് ലഭിക്കുന്ന ചില കാര്യങ്ങൾ, അതിനു മുമ്പ് പ്രവചന ശബ്ദമായി കേൾക്കപ്പെടുന്ന പ്രവചന ദൂതുകൾ, യെശയ്യാവിലൂടെ കേട്ട പ്രവചന ദൂതുകൾ, അവൻ ഇപ്പോൾ വായിച്ച വേദഭാഗത്തിനകത്ത് കേൾക്കപ്പെട്ട പ്രവചന ദൂത്, ഇതെല്ലാം സംഭവിക്കാൻ പോകുകയാണ്. അപ്പം എവിടെ ജനിക്കുന്നു എന്നുള്ളതിൽ അല്ല കാര്യം, മറിച്ച് ജനിക്കുന്ന വ്യക്തിക്കകത്ത് വെളിപ്പെടാൻ പോകുന്ന ദൈവമഹത്വത്തിനാണ് പ്രാധാന്യത. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊരു ദൂത് കൈമാറി അവൻ സന്ദേശം ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന് ഒരു മഹത്വമുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ജനനം ഒരു മഹത്വമേറിയ വിലയേറിയ മഹത്വമുള്ളൊരു കാര്യമാണെങ്കിൽ, ആ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിച്ചാൽ നിശ്ചയമായിട്ടും ക്രിസ്തുവിന്റെ മഹത്വം നമ്മുടെ അകത്തളങ്ങളിൽ വ്യാപരിപ്പാൻ ഇടയായിത്തീരും. നമ്മൾ മറ്റു ലോകത്തിന്റെ പല കാര്യങ്ങളിലും നമ്മൾ ആളാകാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം, ക്രിസ്തുവിൽ നീ വലിയവനായി തീരുവാൻ, ക്രിസ്തുവിൽ നീ പ്രസിദ്ധരായി തീരുവാൻ, ക്രിസ്തുവിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ, ക്രിസ്തുവിൽ നീ വർദ്ധിച്ചു വരുവാൻ, ക്രിസ്തുവിൽ നീ ഉയർന്നു വരുവാൻ സാധിച്ചാൽ അതിൽ പരം മറ്റൊരു ഭാഗ്യമില്ലെന്ന് ഇന്ന് പകലിൽ ആത്മാവിൽ ദൂതറിയിക്കട്ടെ. അപ്പൊ പ്രാരംഭ വാക്യത്തിൽ തന്നെ പറയുകയാണ്, അവൻ വലിയവനാണ്, അവന് മുഴുവൻ മഹത്വം കൊടുക്കണം. കണ്ടോ, ജനനം കൊണ്ട് തന്നെ
ചെങ്കോലും കിരീടവും ഇല്ലെങ്കിലും ആമീൻ സ്തോത്രം, കൊട്ടാരത്തിൽ അല്ലെങ്കിലും കൊട്ടാരമോ ചെങ്കോലോ കിരീടവും ഇല്ലെങ്കിലും ആമീൻ ജനനം കൊണ്ട് തന്നെ രാജാവാണെന്ന് തെളിയിക്കപ്പെട്ടവരാണ് യേശു ക്രിസ്തു. ആമീൻ സാധാരണ രാജാക്കന്മാർ ആമീൻ സ്തോത്രം ഹല്ലേലൂയ ഒരു രാജാവിന്റെ കാലം കഴിയുമ്പോൾ അടുത്ത രാജാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആമീൻ സ്തോത്രം നിശ്ചയമായിട്ടും പ്രായവും പക്വതയും ഒക്കെ കണക്കാക്കിയാണ് അടുത്തൊരു രാജാവിനെ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ മറിയയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വന്നപ്പോഴേ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, മറിയയുടെ ഉദരം കടമെടുത്ത് അതിനകത്തു നിന്നുമുള്ള യേശുവിന്റെ ജനനം കേവലം ഒരു സാങ്കല്പിക കഥയല്ല, അതിലപ്പുറമായി മുഴുവൻ മഹത്വവും അവര് കൊടുപ്പാൻ കരുത്തുള്ള ഒരു മഹത് സന്ദേശമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളുടെ വീടിനകത്ത് യേശു ജനിച്ചാൽ, നിങ്ങളുടെ ഭവനത്തിനകത്ത് യേശു ജനിച്ചാൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് യേശു ജനിച്ചാൽ അവൻ നിശ്ചയമായിട്ടും ആ ജനനം അവൻ മഹത്വപൂർണമായതുപോലെ നിങ്ങളുടെ ലൈഫും മഹത്വപൂർണമായി തീരും. തകർക്കപ്പെട്ട നിങ്ങളുടെ ലൈഫ് ക്രിസ്തു നിങ്ങളുടെ അകത്ത് ജനിക്കുന്നതോടെ അവൻ അതിനെ പണിതെടുക്കും. രോഗമംഗുലമായ നിങ്ങളുടെ ജീവിതം ക്രിസ്തു നിങ്ങളുടെ അകത്ത് ജനിക്കുന്നതോടെ രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടും. ശാപഗ്രസ്തമായ നിങ്ങളുടെ ജീവിതം ക്രിസ്തു നിങ്ങളുടെ അകത്ത് ജനിക്കുന്നതോടുകൂടി അനുഗ്രഹ സമ്പന്നതയായി തീരും. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ ജനനം താൽക്കാലിക ഐഹിക കഥകളിലൊന്നല്ല, കെട്ടിച്ചൊടച്ച കഥകളിലൊന്നല്ല, പ്രവാചകന്മാരിൽ ഒരുവനല്ല, മറിച്ച് അവൻ മാത്രമാണ് മഹത്വത്തിന് യോഗ്യനെന്ന് പറഞ്ഞാൽ ഉദരത്തിൽ നിന്നും പറന്നു വീഴുന്ന കുഞ്ഞിനെ നോക്കി യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെയെന്ന് ചോദ്യം ഉയർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പ ഇവനല്ലാതെ പിന്നെ ആർക്കാ മഹത്വം കൊടുക്കാൻ യോഗ്യൻ? ഉലക ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ജനിച്ച കുഞ്ഞിനെ നോക്കി ഇവനാണ് രാജാവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അടുത്ത പദം നിങ്ങൾ കേൾക്കണോ? ആമേൻ സ്തോത്രം. ജനനം കൊണ്ട് രാജാവായി തെളിയിച്ചവൻ ജീവിതം കൊണ്ടും രാജാവായി തന്നെ വാണരുളി. അടുത്ത പദം ഹല്ലേലൂയ. അടുത്ത പദം തന്റെ മരണത്തിങ്കിലും തനിക്ക് കിട്ടിയത് കുറ്റവാളി എന്ന ലേബൽ അല്ല, മറിച്ച് രാജാവ് എന്ന് തന്നെയാണ്. പീലാത്തോസ് അവന്റെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അവൻ മേലെടുത്ത് ക്രൂശിന്റെ മേലെഴുതുന്ന മേലെഴുത്തുണ്ടാക്കി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ. അതേ യഹൂദന്മാരുടെ രാജാവ്. യഹൂദന്മാർ പറഞ്ഞു ഇവൻ ഞങ്ങളുടെ രാജാവല്ല. പക്ഷെ പീലാത്തോസ് പറഞ്ഞു എഴുതിയത് എഴുതി. എന്താ പീലാത്തോസ് ആരോടും ചോദിക്കാതെ നീ ആ മേലെഴുത്ത് അങ്ങനെ എഴുതാൻ കാരണം? പീലാത്തോസ് പറയാ ജനനം കൊണ്ട് തന്നെ രാജാവാണെന്ന് തെളിയിച്ചവരാ. ചില നാളുകൾക്ക് മുമ്പ്, ചില ദിവസങ്ങൾക്ക് മുമ്പേ അവൻ ദേവാലയത്തിലേക്ക് കയറിയപ്പോൾ ഒരു രാജതുല്യമായ അവൻ സ്തോത്രം അവൻ സ്വീകരണം ലഭിച്ചാണ് അവൻ സ്തോത്രം ജനങ്ങൾ ഇവനെ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ് ആക്രോശിച്ച് ദേവാലയത്തിനകത്ത് ഉജ്ജ്വലമായ സ്വീകരണം കൊടുക്കുന്നത്. അത് അറിയാവുന്നത് കൊണ്ടാണ് ഈ മേലെഴുത്ത് എഴുതി വെച്ചത്. ഇന്ന് പകലിൽ ഒരു പദം കൂടെ കയറി പറയട്ടെ. കൊട്ടാരത്തിലല്ല ആ ജനനമെങ്കിലും, വാളും പരിചയമുള്ള സേവകരില്ലെങ്കിലും, അവൻ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഇല്ലെങ്കിലും, ചെങ്കോലും കിരീടവും ഇല്ലെങ്കിലും, ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം. ജനിച്ചത് അവൻ രാജാവായിട്ട് തന്നെ, മരിക്കുന്നതും രാജാവായിട്ട് തന്നെയാണ്. അവൻ ചരിത്രത്തിലോ അവൻ പണ്ഡിതന്മാർക്കോ അവൻ ഉള്ളവർക്കോ തിരുത്തി പറയാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ രാജ്യത്വം അവരിൽ തന്നെ വാനരുളിയെങ്കിൽ ഇന്ന് പകലിൽ മഹത്വത്തിന് ജനനം കൊണ്ട് ക്രിസ്തുവിന് മുഴുവൻ മഹത്വം കൊടുക്കാൻ കഴിയുമെന്ന് ഇന്ന് പകൽ 100% ഉറപ്പിച്ചു പറയുകയാണ്. അവൻ മാത്രം സകല മഹത്വത്തിനും യോഗ്യൻ. യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷമാക്കി മാറ്റുന്ന ഒരു കാലയളവിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷമാക്കി മാറ്റി മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് അനേകം വഴിയോരങ്ങളിൽ കിടന്ന ജീവിതങ്ങൾ തകർക്കപ്പെട്ട് കുടുംബങ്ങൾ തകർത്തെറിയുന്ന ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്. മദ്യപിച്ച് വാഹനം ഓടിച്ചു നിമിത്തം ഉണ്ടാകുന്ന നിരപരാധികളായ ഒട്ടനവധി പേരുടെ ജീവനെ എടുത്തു കളയുന്ന ആക്സിഡന്റുകൾ, യേശുവിന്റെ ജനനമെന്ന ആഘോഷം കൊണ്ട്
ലോക ജനത ഇതെല്ലാം ഒപ്പിച്ചു വെക്കുമ്പോൾ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, യേശുവിന്റെ ജനനം കുടിച്ചും കൂത്താടിയും നടക്കാനുള്ളതല്ല, മറിച്ച് ഹൃദയങ്ങളിൽ അവൻ ജനിക്കുമ്പോഴാണ് ശരിക്കും ജീവിതത്തിന് മാറ്റമുണ്ടാകുന്നത്. വീടിനകത്ത് ജനിക്കുമ്പോഴാണ് വീടിന്റെ ശാപതുല്യം അവൻ അഴിയപ്പെടുന്നത്. അവൻ വീടിനകത്ത് ഓരോ വ്യക്തികളിലും അവൻ ജനിക്കുമ്പോഴാണ് അവനെ ബാധിച്ചിരിക്കുന്ന പൈശാചിക തലങ്ങൾ അഴിഞ്ഞു മാറുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, യേശു അവന്റെ ഹൃദയത്തിൽ ജനിക്കട്ടെ എന്ന്. ഇന്ന് പകൽ പ്രവചന ശബ്ദം പോലെ ദൂത് കൈമാറാം. മുഴുവൻ മഹത്വത്തിന് യോഗ്യൻ ജനനം കൊണ്ട് യേശു മാത്രമാണെങ്കിൽ നിന്റെ വീടിനകത്ത് രക്ഷ നടക്കാൻ പോകുന്നു, നിന്റെ വീടിനകത്ത് സ്നാനങ്ങൾ നടക്കാൻ പോകുന്നു. അവൻ ദേശത്ത് രക്ഷകൾ നടക്കാൻ പോകുന്നു, ദേശത്ത് സ്നാനങ്ങൾ നടക്കാൻ പോകുന്നു. ഇന്ന് പകൽ എത്ര പേർ കാമൻ പറയാൻ കഴിയും? രക്ഷിക്കപ്പെട്ട് പിന്മാറിപ്പോയവർ മടങ്ങി വരാൻ പോകുന്ന അസന്നമായ സുദിനം അടുത്തിരിക്കുന്നുവെന്ന് പ്രവചനാത്മാവിൽ ദൂത് വിളിച്ചു പറയാം. 2026 തീരുന്നതിന് മുമ്പ് അത് സംഭവിക്കുമെന്ന് പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. എത്ര പേർക്ക് ആത്മാവിൽ ദൂത് എത്ര പേർക്ക് ആത്മാവിൽ ദൂതിനെ സ്വീകരിക്കാൻ കഴിയും? കഴിഞ്ഞ നാളുകളിൽ പിന്മാറിപ്പോയവരുടെ ചരിത്രങ്ങളും പിന്മാറിപ്പോയവരുടെ ശബ്ദകോലാഹലങ്ങളും കേട്ടതെങ്കിൽ പിന്മാറിപ്പോയവർ മടങ്ങി വരുന്ന ഒരു കാലത്തെ കുറിച്ചും അതിന്റെ അലവല്ലുന്ന സന്തോഷം മനുഷ്യ മനസ്സിനെ കീഴടക്കുന്ന ഒരു ആനന്ദം അവൻ ഈ നാളുകളിൽ വെളിപ്പെടാൻ പോകുന്നെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ആത്മനിർഭരം പ്രാപിച്ച എത്ര ദൈവജനത്തിന് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഇന്ന് പകൽ പിന്മാറ്റക്കാരെ പോലും മടക്കി കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന യേശുവിന്റെ ജനനത്തിന്റെ മഹത്വം വ്യക്തി ജീവിതങ്ങളിൽ സംഭവിക്കാൻ പോകുക. വാക്കുകൾ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. സമയം നമ്മുടെ മുമ്പിൽ ഒട്ടുമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത പദം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35-ാമത്തെ വാക്യം മുതൽ 43-ാമത്തെ വാക്യം വരെ ഒരാൾക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35-ാമത്തെ വാക്യം മുതൽ 43-ാമത്തെ വാക്യം വരെ വായിക്കണേ. ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. ഒരു കുരുടൻ വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടിട്ട് എന്ന് അവൻ ചോദിച്ചു. നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോഴവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്ന് അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്ത് വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. കുരുടനായ മനുഷ്യൻ വഴിയരികിലിരിക്കുകയാണ്. ഒന്നാമത് യേശുവിന്റെ ജനനത്തിന് മുഴുവൻ മഹത്വത്തിനും യോഗ്യൻ യേശു തന്നെയാണ് തെളിയിക്കുന്നത്. രണ്ടാമത്തെ പദം, അവന്റെ പ്രവൃത്തി കൊണ്ട് മുഴുവൻ മഹത്വവും കർത്താവിന് കൊടുക്കണമെന്ന് തമ്പുരാൻ തെളിയിക്കുന്നു. എന്താണ് യേശുവിന്റെ പ്രവൃത്തി? യേശുവിന്റെ പ്രവൃത്തിയാണ് നാം വായിച്ചു കേട്ടത്. വഴിയരികിൽ ഇരിക്കുന്ന ഒരു അന്ധനായ മനുഷ്യൻ വഴിയരികിലെ തിരക്ക് നിമിത്തം ചോദിക്കുന്നു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവർ പറയുന്നു, യേശു നസ്രയനായ യേശു ക്രിസ്തു ഇതുവഴി വരികയാണ്. ആ കുരുടനായ മനുഷ്യൻ നിലവിളിക്കുക, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും അതിനെയൊന്നും വകവെക്കാതെ അവൻ അത്യുച്ചത്തിൽ, അവൻ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, അവന് മനസ്സിലായി, എന്നെ സൗഖ്യമാക്കാൻ കരുത്തുള്ള ഒരുവനാണ് ഇതുവഴി കടന്നു പോകുന്നത്. ആമേൻ. മറന്നു പോകരുത്, എന്നെ സൗഖ്യമാക്കാൻ കരുത്തുള്ള ഒരുവനാണ് ആമേൻ ഇതുവഴി കടന്നു പോകുന്നത്. ഇതുവരെ സംഭവിക്കാത്ത ആമേൻ സൗഖ്യം എന്റെ ശരീരത്തിന്റെ മേൽ സംഭവിക്കണമെങ്കിൽ, എനിക്ക് കാഴ്ച ലഭിക്കണമെങ്കിൽ വൈദ്യനെയും കൊണ്ടോ മരുന്നിനെയും കൊണ്ടോ കഴിയുകയില്ലെന്നുള്ള അടിയുറച്ച വിശ്വാസം, യേശുവിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ കുരുടന് ആമേൻ സഹായകരമായി തീർന്നു. എന്നാൽ യേശു അതുവഴി പോകുന്നത് കണ്ട് മിണ്ടാതിരിക്കാൻ ജനം പറഞ്ഞിട്ട്, മാറിയിരിക്കാൻ ജനം പറഞ്ഞിട്ട് അവൻ നിലവിളിച്ചു. എന്താ കാര്യമെന്നറിയാമോ? ഒരു കാര്യം അറിയാം, ഇത് എന്റെ വിടുതലിന്റെ സമയമാണ്. ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. അവൻ ആരാധിക്കുമ്പോൾ ചിലർ പറഞ്ഞേക്കാം, ശബ്ദം കുറയ്ക്ക്, മിണ്ടാതിരിക്കുക, അനങ്ങാതിരിക്കുന്നൊക്കെ. ഇന്ന് പകലിൽ അത് കേട്ട് മിണ്ടാതെ ഇരുന്നാൽ നിന്റെ വിടുതലിന്റെ സമയം മിസ്സായി പോകും. ഈ മനുഷ്യന് മനസ്സിലായി, ഇവർ പറയുന്നത് കേട്ട് ഞാൻ മിണ്ടാതെ മൗനമായിരുന്നാൽ ഇനി ജീവിതകാലം മുഴുവൻ
മുഴുവനും മരണം വരെ ഞാനൊരു അന്ധനായി ഇവിടെ കഴിയേണ്ടി വരും. എന്നാൽ ഞാനൊന്ന് ശബ്ദമുയർത്തിയാൽ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എന്റെ ശബ്ദത്തിന് മുമ്പിൽ നിൽക്കും. അവൻ എന്നെ തൊടും. ഇന്ന് പകൽക്കാലം ആത്മനിറവ് പ്രാപിച്ച ദൈവജനം ഇന്ന് പകൽ ഈ ദൂതിനെ സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. നിന്റെ നിലവിളിക്ക് മുമ്പ് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിലവിളിക്ക് മുമ്പ് നിന്നെ തൊടുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിലവിളിക്ക് മുമ്പ് ആമേൻ ശാപതുല്യമായ നിന്റെ വീടിന്റെ അന്തരീക്ഷത്തിന്റെ ആമേൻ പൈശാചിക തലങ്ങളെ അഴിപ്പാൻ കരുത്തുള്ള ഒരു ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഇതൊരു ആമേൻ സ്തോത്രം. ആമേൻ ഇതൊരു വലിയ കാര്യമാണ്. ആ കുരുടൻ മിണ്ടാതെ ഇരുന്നില്ല. അവൻ ശബ്ദം ഉയർത്തി നിലവിളിച്ചു, അപ്പാ എനിക്കൊരു വിടുതൽ വേണം. ഇന്ന് പകൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഇന്ന് പകൽ ഒരു ദൂതുണ്ട്. നീ അതിന്റെ വിടുതൽ കാണാൻ പോകുക. നിന്റെ വിഷയത്തിനകത്ത് തമ്പുരാൻ ഇടപെടാൻ പോകുക. നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുക. നിന്റെ വിഷയത്തിനകത്ത് ദൈവം ഏറ്റെടുക്കാൻ പോകുക. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ ഈ മനുഷ്യൻ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുക, അപ്പാ എന്നോട് കരുണ തോന്നണമേ, എന്നോട് മനസ്സറിയണമേ, എന്നെ സൗഖ്യമാക്കണേ. ആ കുരുടനായ മനുഷ്യൻ ആമേൻ അഖിലാണ്ടത്തിൽ നിർമ്മിച്ച തമ്പുരാനെ നിർത്തി, അവന്റെ നിലവിളിയുടെ മുമ്പിൽ നിർത്തി. പ്രിയരെ, നിർത്തുക മാത്രമല്ല യേശുവിനെ തൊട്ട് സൗഖ്യമാക്കി. ഇന്ന് പകലിൽ അവൻ നിന്നെ തൊടുന്നത് വരെ നിലവിളിച്ചോണം. അവൻ നിന്റെ വിഷയത്തിൽ ഇടപെടുന്നത് വരെ പ്രാർത്ഥിച്ചോണം. അവൻ നിന്റെ വിഷയത്തിനകത്ത് അത്ഭുതം ചെയ്യുന്നത് വരെ നിലവിളിച്ചേ മതിയാകൂ. അത് ഈ നിലവിളി ആമേൻ 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 പരാജയത്തിന്റെ നിലവിളിയല്ല, യേശു തൊടുന്നതിന് മുമ്പുള്ള ഒരു നിലവിളിയാണ്. ആമേൻ. ഈ കരച്ചിൽ പരാജയത്തിന്റെ കരച്ചിലല്ല, എന്റെ ഉടയവൻ എന്റെ അവസ്ഥയെ മാറ്റാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശം അറിയിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറാം. ആമേൻ ആമേൻ ആമേൻ. ആവശ്യമുള്ളവൻ എപ്പം വിളിച്ചാലും ആ വിളിക്ക് മുമ്പ് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ മനുഷ്യൻ മുഖം നോക്കി നിലവിളിക്കുമ്പോൾ, മനുഷ്യൻ മുഖം നോക്കി നിന്റെ ഫോൺ കോൾ എടുക്കുമ്പോൾ, മനുഷ്യൻ മുഖം നോക്കി നിന്നോട് സംസാരിക്കുമ്പോൾ, അവന് സമയമുണ്ടെങ്കിൽ മാത്രം നിന്റെ കാര്യങ്ങൾ കേൾപ്പാൻ മനസ്സ് വെക്കുമ്പോൾ, ഇന്ന് പകലിൽ മനുഷ്യനെ പോലെ അല്ല ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം. ഏത് സമയത്തും എപ്പോൾ നിലവിളിച്ചാലും നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം. നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. ഇത് പകൽ എത്ര പേർക്ക് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? അവൻ യേശുവിന്റെ പ്രവൃത്തി മഹത്വമുള്ള പ്രവൃത്തിയാ. ആര് വിശ്വാസത്തോടെ അവനെ വിളിച്ചാലും മാറി നിൽക്കുന്ന പറയാതെ ചേർത്ത് പിടിക്കുന്ന ദൈവകരം. അവൻ ഇന്ന് പകൽ അങ്ങനെ ചേർത്ത് പിടിച്ചതുകൊണ്ട് ഞാനും നീയും നിങ്ങൾ എല്ലാവരും ആത്മാവിൽ സന്തോഷിച്ച് ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് പകൽ തള്ളിക്കളയരുത്. ഇന്ന് നീ തള്ളിക്കളയുന്നവരായിരിക്കും നാളെ നിനക്ക് പ്രയോജനപ്പെടുന്നത്. തള്ളിക്കളയരുത്, അവൻ നിനക്ക് പ്രയോജനമായി തീരും. യേശുവിന്റെ പ്രവൃത്തി ആ കുരുടനെ സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയട്ടെ. ചില വീടുകൾക്കകത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വീടുകൾക്കകത്ത് തമ്പുരാന്റെ കരം ഇന്ന് പകൽ വെളിപ്പെടുക. ഇന്ന് രാത്രി നീ ഉറങ്ങുന്നതിന് മുമ്പ് ദൈവകരം നിന്റെ വീടിനകത്ത് ഇറങ്ങി വരിക. എന്തോ നിന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവ് റീസ്റ്റോർ ചെയ്യുക. ശത്രു തകർത്ത മേഖലയെ തമ്പുരാൻ പണിതെടുക്കുക. ശത്രു കൊണ്ടിട്ട ചവറിനെ തമ്പുരാൻ എടുത്തു കളയുക. ഏതോ വീടിനകത്തൊരു വലിയ പണിയാകുന്നു. ഇതുവരെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ ഭവനത്തിൽ അത് സംഭവിക്കാൻ പോകുക. അത് സംഭവിക്കാൻ പോകുക. അവനൊന്ന് നിന്നാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരമായി, അവനൊന്ന് തൊട്ടാൽ ഇനി അവൻ ആ പാപത്തിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. അവൻ നിൽക്കണമെങ്കിൽ ആ പോയിന്റുകളുടെ ആവശ്യമില്ല. അവൻ നിൽക്കണമെങ്കിൽ കോടികളുടെ ആവശ്യമില്ല. ഒരു നിലവിളിയുടെ ആവശ്യമില്ല. മനുഷ്യരെ കാണണമെങ്കിൽ കോടികൾ കൊടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് അവൻ പറയുന്ന സമയത്ത് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് പകൽ നീ ക്ഷമിക്കുന്ന ഞാൻ ക്ഷമിക്കുന്ന നമ്മുടെ തമ്പുരാൻ അവൻ അവൻ സ്വർഗവും ഭൂമിയും ഭൂമിക്കും അടിസ്ഥാനമിട്ടവൻ അവൻ ആ മഹാതമ്പുരാനായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ അവൻ അവൻ ആ പോയിന്റുകളുടെ ആവശ്യമില്ല. അവൻ കോടികളുടെ ആവശ്യമില്ല. യേശുവിന്റെ സമയം നോക്കി ഇരിക്കേണ്ട കാര്യമില്ല. അവൻ ഹൃദയം നുറുക്കത്തോടെ ഇരിക്കുന്ന ഇടത്തു നിന്നുകൊണ്ട് ഒന്ന് നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ അവിടെ നിന്ന് നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. യേശുവിന്റെ കൂടെ നടക്കുന്നവർ മാറി നിൽക്കടാ എന്ന് പറയുമ്പോഴും യേശു പറയും അവനെ വിളിക്ക്. എത്ര പേർക്ക് അത് മനസ്സിലായി? ഇന്ന് പകലിൽ തമ്പുരാൻ ചിലരോട് പറയുക,
മനുഷ്യൻ നിന്നോട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്കിപ്പോ വിടുതലില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ ആരും സൗഖ്യമാക്കാൻ വരുത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഈ വീട്ടിൽ കയറത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് മകളെ കുറിച്ചിട്ടോ അവൻ തമ്പുരാൻ നേരിട്ട് നിന്റെ വിഷയത്തിൽ പ്രവർത്തിക്കാൻ പോകുക. തമ്പുരാൻ നേരിട്ട് നിന്റെ വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ പോകുക. തമ്പുരാൻ നേരിട്ട് നിന്റെ വിഷയത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ പോകുക. എനിക്കറിയില്ല ഇന്ന് മകൾ ഇതൂതാരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശബ്ദമായി ഇന്ന് മകൾ ഞാൻ വിളിച്ചു പറയുന്നത്, അതെ, അവന്റെ പ്രവർത്തികൾ ഖണ്ഡമില്ല. അവൻ എങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയും. അവന് മുഖപക്ഷമില്ല. ഒരു ജോലി നേടിയെടുക്കണമെങ്കിൽ ജോലി തരുന്നവനെ സ്വാധീനിക്കണം. ആരും അറിയാതെ അവന് കുറച്ച് പൈസ കൊടുക്കണം. അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം. അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. എല്ലാ കടമ്പകളിൽ കടന്ന് അവസാനമായിരിക്കും ജോലി ലഭിക്കുന്നത്. പക്ഷെ ഇന്ന് പകലിൽ തമ്പുരാന്റെ മുമ്പിൽ അങ്ങനെ ഒരു കടമ്പകളുമില്ല. ഹൃദയം നുറുക്കത്തോടെ ആര് കർത്താവേ എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞാലും ജാതിയോ മതമോ നിറമോ വർണ്ണമോ ഒന്നും നോക്കാതെ കണ്ടു നിർത്തുമ്പോൾ മനസ്സറിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് ഞാൻ സേവിക്കുന്ന എന്റെ ദൈവമാണ്. ഈ ദൈവത്തെ അല്ലാതെ വേറെ ആരെയാണ് ഞാൻ ആരാധിക്കേണ്ടത്? ഈ ദൈവത്തിനല്ലാതെ ഞാൻ വേറെ ആർക്കാ മഹത്വം കൊടുക്കേണ്ടത്? അവൻ സ്തോത്രം. രക്തബന്ധങ്ങളും ഉടപ്പറന്നവരും കൂടെയുള്ളവരും അവൻ കൂടെ നിന്നവരും ചർച്ചക്കാരും എല്ലാവരും മാറി നിർത്തുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോഴും ചെറുത്തു പിടിക്കുന്ന ഒരുവൻ അവൻ കർത്താവ് മാത്രമേ ഉള്ളൂ. എല്ലാവരും അവൻ വഴികൾ അടച്ചു കളയുമ്പോൾ വഴി തുറക്കുന്നവൻ കർത്താവ് മാത്രമേ ഉള്ളൂ. ആരും സ്നേഹിക്കാതെ ഇരിക്കുമ്പോൾ സ്നേഹിക്കുന്നവൻ കർത്താവ് മാത്രമേ ഉള്ളൂ. ആരും കരുതാതെ ഇരിക്കുമ്പോൾ കരുതുന്നവൻ കർത്താവ് മാത്രമേ ഉള്ളൂ. ഈ ദൈവത്തെ അല്ലാതെ വേറെ ആരാധിക്കണമെന്ന് പറയുന്നത്, ഈ ദൈവത്തിനല്ലാതെ വേറെ ആർക്ക് മഹത്വം കൊടുക്കണമെന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. ആരെ ആരാധിക്കണം എന്ന് വെളിപ്പാടില്ലാത്തവൻ ആരെയും ആരാധിക്കും. എന്നാൽ ആരെ ആരാധിക്കണം എന്ന് വെളിപ്പാടുള്ളവൻ അവനെ മാത്രമേ ആരാധിക്കുള്ളൂ. കാരണം അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. അവൻ മാത്രം ഒരു മഹത്വത്തിനും യോഗ്യൻ. എത്ര പേർക്ക് ഇന്ന് പകലിൽ ദൂത് മനസ്സിലാകുന്നില്ല? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏതൊക്കെയോ വീടുകളുടെ അകത്ത് ദൈവപ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 28-29 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ഈ വചനങ്ങൾ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവർ അവരോട് ഉപദേശിച്ചത്. യേശുവിന്റെ ഉപദേശത്തിൽ 2 പദങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നു. ഒന്ന്, അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. 2, അവർ ശാസ്ത്രിമാരുടെ പഠിപ്പിക്കലുകൾ കേട്ടവരാണ്. ശാസ്ത്രിമാരുടെ പഠിപ്പിക്കൽ പോലെ അല്ല ഇവൻ പഠിപ്പിക്കുന്നത്, മറിച്ച് അധികാരമുള്ളവനെ പോലെയാണ് ഇവൻ പഠിപ്പിക്കുന്നത്. അധികാരമുള്ളവനെ പോലെയാണ് ഇവൻ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കണ്ടോ, അധികാരമുള്ളവനെ പോലെയാണ് ഇവൻ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ മറ്റാരും പഠിപ്പിക്കാത്ത വിധത്തിലാണ് ഇവൻ പഠിപ്പിക്കുന്നത്. ഇവന്റെ പഠിപ്പിക്കലുകൾക്ക് ഒരധികാരം ചലിക്കുന്നുണ്ട്. ഇന്ന് പകൽ സ്നേഹത്തോടെ പറയട്ടെ, ജനനം കൊണ്ട് മഹത്വം കൊടുക്കാൻ കഴിയുന്നത് തമ്പുരാന് മാത്രമേ ഉള്ളെങ്കിൽ, പ്രവൃത്തി കൊണ്ട് മഹത്വം കൊടുക്കാൻ കഴിയുന്നത് തമ്പുരാന് മാത്രമേ ഉള്ളെങ്കിൽ, പഠിപ്പിക്കലുകൾ കൊണ്ട് മഹത്വം കൊടുക്കാൻ കഴിയുന്നത് തമ്പുരാന് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള പദങ്ങളൊക്കെ ഒറ്റ വാചകത്തിൽ പറഞ്ഞു നിർത്താൻ പോകിയ സമയമില്ലാത്തത് കൊണ്ട് ആമേൻ. പഠിപ്പിക്കലുകൾക്കകത്ത് ആമേൻ സ്തോത്രം 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 ഹല്ലേലൂയ. ആമേൻ. അധികാരമുള്ളവൻ ലംഘനം ശ്രമിച്ചു പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ള പഠിപ്പിക്കലുകൾ ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടി ആമേൻ സ്തോത്രം ഹല്ലേലൂയ പർദീസയിൽ ഇരുത്തുമെന്ന് പറയുന്നത്, ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കുമെന്ന് പറയുന്നത്, ആമേൻ ഹല്ലേലൂയ നീതിയുടെ കിരീടം കൊടുക്കുമെന്ന് പറയുന്നത്, എന്ത് ആമേൻ സ്തോത്രം നല്ല പഠിപ്പിക്കലുകളാണ്. യേശുവിന്റെ പഠിപ്പിക്കൽ സുവിശേഷങ്ങൾ വായിക്കണം. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിൽ യേശുവിന്റെ പഠിപ്പിക്കൽ സവിസ്തരമായി വിസ്തരിച്ചിട്ടുണ്ട്. ആമേൻ ആമേൻ. ഭാഗ്യാവസ്ഥകളെ കുറിച്ച് പറയുന്നു, ഒട്ടനവധി ഭാഗ്യാവസ്ഥകളെ കുറിച്ച് പറയുന്നു. നീതി നിമിത്തം ആമേൻ കഷ്ടം സഹിക്കുന്നവർ ആമേൻ ഭാഗ്യവാന്മാർ, ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇങ്ങനെ ഒരുപാട് ഭാഗ്യാവസ്ഥകളെ കുറിച്ച് പറയുന്നു. യേശുവിന്റെ പഠിപ്പിക്കലുകൾ ഈടുറ്റതും ശക്തമേറിയതുമാണ്. യേശുവിന്റെ പഠിപ്പിക്കലുകളോട് മറത്തു നിൽക്കാൻ ആർക്കും സാധ്യമല്ല. അവന്റെ പഠിപ്പിക്കലുകൾക്കകത്ത് സാധാരണമായ അധികാരം അവൻ വ്യാപരിച്ചു. ഇന്ന് പകലിൽ ഞാനൊരു ദൂത് കൈമാറാം. ലോകത്തിനോ രാഷ്ട്രത്തിനോ അവൻ മത നേതാക്കൾക്കോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ മതവിധ്വംസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കോ അവൻ എതിർത്ത് പറയാൻ കഴിയത്തില്ല. യേശുവിന്റെ പഠിപ്പിക്കലുകൾ മതത്തിന്റെ വശം കുത്തിവെക്കുന്നതല്ല. യേശുവിന്റെ പഠിപ്പിക്കലുകൾ മതവിപദവാദം വളർത്തുന്നതല്ല. യേശുവിന്റെ പഠിപ്പിക്കലുകൾ വാളെടുക്കാൻ പഠിപ്പിക്കുന്നതല്ല. യേശുവിന്റെ പഠിപ്പിക്കലുകൾ രാജ്യത്തിനും അധികാരങ്ങൾക്കും അവൻ ഉപദ്രവവും നാശവും ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതല്ല. മറിച്ച് യേശുവിന്റെ പഠിപ്പിക്കലുകളുടെ പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകൾ ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്താം. ആദ്യത്തെ പഠിപ്പിക്കലുകൾ, നിങ്ങൾ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ ഏത് അല്ലെങ്കിൽ വേറെ ആരിത് പറയും ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കണം, ആ ഭരണത്തിന് ആ നിയമങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് പറയുന്ന ഏക മുതലുന്ന വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. അവർ യേശു ക്രിസ്തു മാത്രമാണ് ആ പഠിപ്പിക്കലുകൾ പറയുന്നത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കാൻ എന്ന് പറയുന്നത്, നിന്റെ ശത്രുവിനെ സ്നേഹിപ്പാൻ പഠിപ്പിക്കുന്നത് ഏക ഉപദേശം വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. ശത്രുവിനെ കണ്ടാൽ വാളെടുക്കാൻ പ്രമാണത്തിനകത്തില്ല. എത്ര സ്നേഹമുള്ള പഠിപ്പിക്കലുകളാണ് യേശുവിന്റെ പഠിപ്പിക്കലുകൾ. മൂന്നാമത്തെ പഠിപ്പിക്കലുകൾ, നിന്റെ വലതെ ചീടത്തടിക്കുന്നവരെ മറുകരണം കാണിച്ചു കൊടുക്കാൻ പറയുന്ന പഠിപ്പിക്കലുകൾ. എന്ത് നല്ല പഠിപ്പിക്കലുകളാണ്! വാളെടുത്ത് വെട്ടാൻ പറയുന്ന ഉപദേശമല്ല. കുടിയുള്ള പത്രോസ് വാളെടുത്തപ്പെടും, വാളെടുക്കുന്നവൻ വാളാൽ വീഴുമെന്ന് പറഞ്ഞ ആ വാളിനെ ഉറയിലിടിപ്പിച്ച സത്യസുവിശേഷമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അവൻ യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നവരും യേശുവിനെ പ്രസംഗിക്കുന്നവരും കലാപകാരികളും തീവ്രവാദികളുമല്ല. മറിച്ച് അവർ ദൈവസ്നേഹത്തെ അകത്ത് വഹിച്ചുകൊണ്ട് ദേശത്തിനും രാഷ്ട്രത്തിനും സമൂഹത്തിനും അവൻ നല്ല പേർ കാണിക്കുവാൻ, അവൻ നല്ലൊരു സമൂഹത്തെ പണിതെടുപ്പാൻ, അവൻ ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും ഉപവസിച്ചും പോരാടുന്ന ഒരു കൂട്ടരാണ് അവന്റെ നാമത്തെ ഉയർത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാനവകുലത്തിന് മനുഷ്യരാണ് പഠിപ്പിക്കാത്ത പഠിപ്പിക്കലുകൾ കൈമാറിയ ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ് എന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധിയെ പോലും യേശുവിന്റെ പഠിപ്പിക്കലുകൾ സ്വാധീനിച്ചതിന്റെ കാരണം, ശ്രീനാരായണ ഗുരുവിനെ പോലും യേശുവിന്റെ പഠിപ്പിക്കലുകൾ സ്വാധീനിച്ചതിന്റെ ഏക കാരണം, അതിനകത്ത് ഒരു വിധ്വംസ ചിന്തകളില്ല. ഒരുവനെ തകർക്കണമെന്നുള്ളതില്ല, ഒരുവനെ കൊന്നുകളയണമെന്നുള്ളതില്ല, ഒരുവനെ ഇല്ലാതാക്കണമെന്നുള്ളതില്ല. മറിച്ച് എല്ലാവരെയും സ്നേഹിക്കണമെന്നുള്ളതാണ്. ദൈവം സ്നേഹം തന്നെ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതെ, എല്ലാവരെയും സ്നേഹിക്കണമെന്ന് തന്നെയാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ഉപദേശമാണ്. അവൻ ഈ പഠിപ്പിക്കലുകൾക്ക് എതിർത്ത് നിൽക്കാൻ ആർക്കാണ് കഴിയുന്നത്? ഈ പഠിപ്പിക്കൽ, യേശുവിന്റെ പഠിപ്പിക്കലുകൾ നിലവിൽ നിൽക്കുമ്പോൾ, ഈ പഠിപ്പിക്കൽക്ക് വേണ്ടി നെറ്റിയും നെഞ്ചും അവൻ വിരിച്ചു നിൽക്കുമ്പോൾ, കൊടുക്കുമ്പോഴാണ് അവൻ വടക്കേ ഇന്ത്യയിലെ പോലെയുള്ള സംസ്ഥാനങ്ങൾ അരങ്ങേറുന്ന കൊടിയമായ പീഡനങ്ങൾ സഹിച്ച കർത്തൃദാസന്മാർ ദൈവവേലയിൽ അഹോരാത്രം കഷ്ടപ്പെടുന്നത്, ഇല്ലാത്ത കേസുകൾ കൊടുത്ത് അവരെ ജയിലിനകത്ത് അടച്ചിടുന്നത്. എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? ഏതെങ്കിലും വിധ്വംസ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണോ? അല്ല, അവന്റെ പഠിപ്പിക്കൽ സത്യമാണ്. ആ പഠിപ്പിക്കലുകൾക്കകത്ത് മതചിന്തകളില്ല, മതത്തിന്റെ വിഷങ്ങളില്ല. മറ്റുള്ളവരെ തകർക്കണമെന്നുള്ള ഉപദേശമില്ല. ഇത്രയും സ്നേഹമുള്ള പഠിപ്പിക്കലുകൾ പഠിപ്പിച്ചിട്ടും ഞങ്ങൾക്ക് കിട്ടുന്നത് ഇതാണെങ്കിൽ ഒരു കാര്യം തറപ്പിച്ചു പറയാം, ആദ്യമേ അപ്പോസ്തലന്മാർക്കും കിട്ടിയതും ഈ ഉപദ്രവവും പീഡനവും തന്നെയാണെങ്കിൽ ഇന്നും അത് തുടരുന്നെങ്കിൽ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സഭ വളർന്നിരിക്കും, സഭ ദേശത്ത് പരന്നു വന്നിരിക്കും. ഒരാളെ തകർത്താൽ നൂറുകണക്കിന് ആളുകൾ ഈ സുവിശേഷത്തിന് വേണ്ടി നെഞ്ചുറപ്പുള്ള സുവിശേഷത്തെ ചേർത്ത് പിടിക്കുന്ന ഈ പഠിപ്പിക്കലുകളെ പ്രസ്താവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ എഴുന്നേക്കും. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. 2026 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ ഓരോ വ്യക്തികൾക്കും തന്റെ ഇടമുള്ളത്, ധൈര്യമുള്ളത് ഒറ്റ കാരണം, അവന്റെ പഠിപ്പിക്കലിനകത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ. എത്ര പേർക്ക് ഇത് പകൽക്കാലം അവൻ പറയാൻ കഴിയുന്നു? അവന്റെ പഠിപ്പിക്കൽക്കകത്ത് ഒരുവനെ തകർക്കണമെന്നുള്ളതില്ല, ഒരുവനെ കൊല്ലണമെന്നുള്ളതില്ല, ഒരുവന്റെ വഴി അടയ്ക്കണമെന്നുള്ളതില്ല. ആഭിചാരമോ മന്ത്രവാദമോ ശുദ്ധപ്രയോഗങ്ങളോ എതിർ പ്രാർത്ഥനകളോ ആത്മീയ ഗോളത്തിൽ നുഴഞ്ഞുകയറി അവൻ വർദ്ധിച്ചു വരുമ്പോൾ ഇന്ന് പകലിൽ അവന്റെ പഠിപ്പിക്കലുകൾ അതല്ല, മടങ്ങി വരാൻ. ഹല്ലേലൂയ. ദൈവദാസന്മാർ പോലും പ്രശസ്തിക്കും പണത്തിനും അവരുടെ ശുശ്രൂഷകൾ വർദ്ധിപ്പിക്കാനും വേണ്ടി പലരെയും ചെന്ന് കാണുകയും നോക്കുകയും ഒക്കെ ചെയ്ത് ആത്മീക ലോകത്തെ കുളം തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ഒരു സത്യം മനസ്സിലാക്കുക, കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിനെതിരായിട്ടാണ് നീ ചെയ്യുന്നതെങ്കിൽ ആ വേദപുസ്തകത്തിലുള്ള നന്മ വരുത്തില്ല, ആ വേദപുസ്തകത്തിലുള്ള ബാധ നിന്റെ കൂടാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം
വിടുകയ. അടുത്ത പദം മത്തായിയുടെ സുവിശേഷം 4:11 വാക്യം. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. 40 രാവും 40 പകലും വാസ്തുവിലും പ്രാർത്ഥനയിലും യേശു കർത്താവ് മരുഭൂമിയിലായിരുന്നപ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് പോകുമ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു എന്നാണ്. കണ്ടോ, പരീക്ഷയെ ജയിച്ച കർത്താവ്. സ്തോത്രം. മനുഷ്യൻ പരീക്ഷകളിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 10 കൽപ്പനകൾ മോശ മുഖാന്തരം കൊടുത്തിട്ടും ആ കൽപ്പനകൾ പോലും അനുസരിക്കാൻ കഴിയാതെ മനുഷ്യൻ കൽപ്പനാ ലംഘികളായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാലയളവിനകത്ത് പരീക്ഷയെ ജയിച്ച ഒരുത്തൻ യേശുക്രിസ്തു മാത്രമാണ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ എന്ന് തിരുവചനത്തിൽ ആമേൻ എഴുതി വെച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽ മറന്നു പോകരുത്. പരീക്ഷയിൽ തോറ്റുപോയ ആമേൻ ഒരു പരാജയപ്പെട്ട ഒരുവനെയല്ല നാം സേവിക്കുന്നത്. പരീക്ഷകൾ ഒന്നടങ്കം ജയിച്ച, പരീക്ഷകളെ ജയിച്ച ആമേൻ സ്തോത്രം ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് മറന്നു പോകരുത്, പരീക്ഷകളെ ജയിക്കുന്ന ആമേൻ കർത്താവ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം. പരീക്ഷകളെ ജയിക്കുന്ന കർത്താവ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരീക്ഷകളെ ജയിച്ചു കാണിച്ചതിന്റെ കടമ ലോകം, പാപം, പിശാച് എന്ന 3 തലങ്ങൾ ആമേൻ ആത്മമനുഷ്യനെ എതിർപ്പെട്ടിരിക്കുമ്പോൾ, ആത്മമനുഷ്യനെതിരായി പടവാൾ ഉയർത്തുമ്പോൾ, ആത്മമനുഷ്യൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും വർദ്ധിച്ചു വന്നുകൊണ്ട് ലോകത്തെയും പാപത്തെയും പിശാചിനെയും കീഴടക്കുന്ന അനേകം വിശുദ്ധന്മാർ ആമേൻ ആമേൻ പാർത്ത് മരണപ്പെട്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന അനേകം വിശുദ്ധന്മാർ ആമേൻ സ്തോത്രം ലോകത്തെയും പാപത്തെയും പിശാചിനെയും പിടിച്ചു കെട്ടിക്കൊണ്ട് ആത്മാവിൽ യുദ്ധം ചെയ്തും പോരാടി ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ രക്തത്തിനു വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി അഹോരാത്രം ആമേൻ 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 സ്തോത്രം കഷ്ടം സഹിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി പ്രസംഗിക്കപ്പെടുന്നു. മറന്നു പോകരുത്, പരീക്ഷകളെ ജയിക്കുന്ന ഒരു തലം. പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോകാൻ വേണ്ടി ദൈവം ആരെയും വിളിച്ചിട്ടില്ല. വചനം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്തിനാണ് പരീക്ഷ വെളിപ്പെടുന്നത്? നീ കൊള്ളാവുന്നവനായി പുറത്തു വരാനാണ്. ദൈവരാജ്യത്തിന് വേണ്ടി കൊള്ളാവുന്നവനായി, മനുഷ്യന് കൊള്ളാവുന്നവനായി, ദേശത്തിന് കൊള്ളാവുന്നവനായി, ദൈവത്തിന് കൊള്ളാവുന്നവനായി ഒരു വ്യക്തി പുറത്തു വരണമെങ്കിൽ അവൻ പരീക്ഷ സഹിച്ചേ മതിയാകൂ. പരീക്ഷ തോറ്റുപോകാനുള്ളതല്ല, പരീക്ഷ ജയിക്കാനുള്ളതാണ്. ഉപവാസവും പ്രാർത്ഥനയും പരീക്ഷയെ ജയിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് പരീക്ഷയിൽ തോറ്റുപോകാൻ ആരെയും ദൈവം വിളിച്ചിട്ടില്ല. പരീക്ഷയോടുകൂടി നീക്കുപോക്ക് തരുന്ന ദൈവം. കണ്ടോ, ചോദ്യത്തോടുകൂടി ഉത്തരവും തരുന്ന ദൈവം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവൻ പരീക്ഷയോടുകൂടി നീക്കുപോക്കും തരുന്ന ദൈവം. പ്രിയരെ, അവൻ ഒരു കുട്ടി പരീക്ഷാ ഹോളിനകത്ത് കയറിയാൽ അവന്റെ പരീക്ഷാ ഹോളിനകത്ത് അവൻ കയറിയിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനോട് കൂടെ ആൻസർ പേപ്പർ കൊടുത്താൽ എന്ത് എളുപ്പമായിരിക്കും എഴുതാനില്ലേ? അവൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ പരീക്ഷയ്ക്കകത്ത് പരീക്ഷ മാത്രമല്ല, പരീക്ഷയോടുകൂടി നീക്കുപോക്ക് കൊടുക്കുന്ന ദൈവമാ എന്ന് പറഞ്ഞാൽ എത്ര സിമ്പിളായിട്ടാ നമുക്കിതിനെ ജയിക്കാൻ കഴിയുന്നത്. യേശു പരീക്ഷയെ ജയിച്ചതുപോലെ കഠിനമായ മേഖലകളൊന്നും നമ്മുടെ ജീവിതത്തിൽ എതിർപ്പെട്ടിട്ടില്ല. അവൻ ലോകത്തെയും പാപത്തെയും പിശാചിനെയും അടക്കി അവൻ സകല ആയുധത്തെയും കാൽവരി ക്രൂശിൽ വാങ്ങിച്ചു വെച്ച് ഇനി അവന്റെ തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അവന് ഭയപ്പെടുത്തുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. മനുഷ്യനെ തകർത്തുകളവാൻ അവൻ സ്തോത്രം ആത്മതലത്തിൽ ആത്മീയരെന്ന് പറയുന്നവരെ തകർത്തുകളവാൻ അവൻ നിത്യമായ നരകത്തിലേക്ക് അവൻ തള്ളിക്കളയുവാൻ, അനേകരെ നിത്യമായ രക്ഷയിൽ നിന്നും അടർത്തി മാറ്റുവാൻ അവൻ പിശാച് ഈ നാളുകൾ അലറുന്ന സിംഹമെന്ന പോലെ ആരെയോ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ ഇന്ന് പകൽ പരീക്ഷയെ തോൽക്കുന്ന ഒരു തലമുറയല്ല, പരീക്ഷയെ ജയിക്കുന്ന ഒരു തലമുറ അവൻ ഇന്ന് പകൽ എഴുന്നേറ്റ് വരട്ടെ. ആമേൻ ആമേൻ ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പരീക്ഷയിൽ തോറ്റുപോകുന്നവരായി തീരരുത്, പരീക്ഷയിൽ ജയിക്കുന്നവരായി തീരണം. പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ഉറപ്പാണ്. ഉപവാസവും പ്രാർത്ഥനയും അത്യന്താപേക്ഷിതമാണ്. ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷയെ ജയിക്കുവാൻ സാധിക്കത്തുള്ളൂ. പരീക്ഷയെ ജയിക്കുന്ന വാളുകൊണ്ടല്ല, പരീക്ഷയെ ജയിക്കുന്നത് മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ടല്ല, പരീക്ഷയെ ജയിക്കുന്നത് കായികാഭ്യാസം കൊണ്ടല്ല, പരീക്ഷയെ ജയിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം കൊണ്ട് മാത്രമാണ്.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ആമേൻ. ആമേൻ, സ്തോത്രം. ഒരു ചോദ്യക്കടലാവസ്ഥയോട് കൂടി ആമേൻ ആൻസർ പേപ്പറോട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? പരീക്ഷ വരുമ്പോഴും പരീക്ഷയിൽ ജയിക്കേണ്ട വിധം വിശുദ്ധ വേദപുസ്തകമാണ്. അത് നമ്മുടെ കയ്യിലിരിക്കുമ്പോഴാ അയ്യോ ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്ന് പറഞ്ഞ് നാട് നീളെ നമ്മൾ നടക്കുന്നത്. ആമേൻ, കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. ആ വിഷയത്തിൽ നിനക്ക് പരിഹാരമുണ്ട്. അത് നെഞ്ചോട് ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കുക. നിന്റെ അവസ്ഥകൾക്ക് ഒരു പരിഹാരമുണ്ട്. വിശുദ്ധ വേദപുസ്തകം തുറന്ന് വാക്യം പറഞ്ഞ് കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ വീടിനകത്ത് ഒരു ബാധയും അടുക്കത്തില്ല. നിന്റെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കും. നിന്റെ ശാപങ്ങളെ അവൻ എടുത്തു കളയും. ഇത്ര മഹത്വകരമായ സുവിശേഷം പ്രിയരെ, പഠിപ്പിക്കലുകളിലും യേശുവിനെ പോലെ ആരുമില്ലെങ്കിൽ പരീക്ഷയിൽ ജയിച്ച അവൻ പരീക്ഷാ കാലഘട്ടത്തിൽ ജീവിച്ച അവൻ സ്തോത്രം ജയിച്ച യേശുവിനെ പോലെ മറ്റാരുമില്ല. അതുകൊണ്ട് ഉറപ്പ് പറയാം, പരീക്ഷയിൽ ജയിച്ച യേശുവിനല്ലാതെ മുഴുവൻ മഹത്വം കൊടുപ്പാൻ വേറെ ആർക്കാ പറ്റുന്നത്? അടുത്ത പദം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-18 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-18 വാക്യം വേഗത്തിൽ. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. പിതാവിൽ നിന്ന് ലഭിച്ച കൽപ്പന അനുസരിച്ച് ജീവനെ കൊടുക്കുകയും പിന്നീട് ആ ജീവനെ തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു തരമാണ് യേശു കർത്താവ് തന്നെ തിരുവായും മുഴിഞ്ഞു പറഞ്ഞ മേഖലയാണ്. എന്ന് പറഞ്ഞാൽ മരണത്തിലും മുഴുവൻ മഹത്വവും കൊടുക്കാൻ കഴിയുന്ന ഏക കർത്താവ് മാത്രമാണ്. ആമേൻ. ഏകയാള് കർത്താവ് മാത്രമാണ്. മരണത്തിനകത്തും മുഴുവൻ മഹത്വവും കൊടുക്കാൻ കഴിയുന്ന ഏക വ്യക്തി കർത്താവ് മാത്രമാണ്. കാരണം മരണത്തെ ജയിച്ച കർത്താവ്, ആമേൻ, സ്തോത്രം, പാതാളത്തെയും മരണത്തെയും ജയിച്ച കർത്താവല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് ഇന്ന് പകൽ വിശ്വസിക്കുക, ഏകൻ ക്രിസ്തു, ഏകന്റെ പാപത്താൽ അനേക പാപികളായി തീർന്നപ്പോൾ അവസാനത്തെ ഉടുക്കിലെത്തിയ ആദാമാകുന്ന ക്രിസ്തുവിലൂടെ അനേകം പാപത്തിൽ നിന്നും ആമേൻ സ്തോത്രം പുറത്തു വരുവാൻ ഇടയായിത്തീർന്നു. അപ്പം മരണത്തെ ജയിച്ച ഒരു കർത്താവ്, ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് ആമേൻ സ്തോത്രം ശിഷ്യന്മാരോട് പലവട്ടം പറഞ്ഞപ്പോഴും കർത്താവെ അങ്ങ് മരിക്കരുത്, അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ മരിക്കാം എന്ന് പറഞ്ഞ ആമേൻ സ്തോത്രം മുൻപോട്ട് ഇറങ്ങിയ ശിഷ്യന്മാരുണ്ട്. എന്നാൽ മനസ്സിലാകാത്ത ശിഷ്യന്മാർക്ക് വേണ്ടി മനസ്സിലാക്കി കൊടുപ്പാൻ ആമേൻ അവസാനത്തെ ആ താഴെന്ന പേരിൽ അപ്പമെടുത്ത് നുറുക്കി പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലിയിട്ടൊക്കെ പറഞ്ഞു, ഇതുപോലെ ഞാൻ തകർക്കപ്പെടും, ഇതുപോലെ എന്റെ രക്തം ഊറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോഴും ശിഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലാതെ, അപ്പമെടുത്ത് ഭക്ഷിക്കുകയല്ലാതെ, പാനപാത്രം കുടിക്കുകയല്ലാതെ ഒരു മറുപടികളും ഒരു കാര്യങ്ങളും ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. പക്ഷെ മാറോട് ചേർന്ന് കിടന്ന യോഹന്നാൻ അവന്റെ ക്രൂശിനോട് അടുത്തു വന്നു. ആമേൻ സ്തോത്രം. അവൻ മാത്രമാണ് ക്രൂശീകരണത്തിന്റെ മുഴുവനായി ആര് തന്നെ പിടിച്ചുകൊണ്ടുപോയാലും അവൻ മാറാതെ സ്തോത്രം ഹല്ലേലൂയ സദൈര്യം അവന്റെ മാർബോട് ചേർന്ന് കിടന്ന് അവന്റെ ക്രൂശിന്റെ ഫലാന്തികയിൽ ചേർന്ന് കിടന്ന ഒരേ ഒരു ശിഷ്യൻ കർത്താവ് യോഹന്നാൻ മാത്രമാണ്. അതുകൊണ്ട് മരണത്തെയും വാവിളർന്നു നിൽക്കുന്ന മരണത്തെയും നിസ്സംശയം സ്തോത്രം തോൽപ്പിച്ചു കളഞ്ഞ ഒരു കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. പഴയ നിയമത്തിൽ ഹാനോക്കും സ്തോത്രം എലിയാവും അല്ലാതെ സ്തോത്രം മരണം കാണാതെ എടുക്കപ്പെട്ടവർ ഇവർ രണ്ടുപേരുമാണ്. മറ്റെല്ലാവരും പുതിയ നിയമത്തിനകത്തും പഴയ നിയമത്തിനകത്തും എല്ലാവരും മരിച്ചു എന്നാണ് വിശുദ്ധവേദ പുസ്തകം പഠിപ്പിക്കുന്നത്. യേശു കർത്താവും മരിച്ചു. പക്ഷേ ആ മരണം എന്നേക്കുമുള്ള മരണമായിരുന്നില്ല. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ പ്രഭാതത്തിൽ അവന്റെ ഉയർപ്പ് സംഭവിച്ചു കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, അവന്റെ ഉയർപ്പ് 3 ദിവസങ്ങൾക്ക് മാത്രമേ അവന്റെ ഉയർപ്പിനെ തടയാൻ കഴിയത്തുള്ളെങ്കിൽ അടുത്ത തലം തുറക്കപ്പെടുകയാണ്. അപ്പം മരണത്തിന് അവന്റെ മേൽ വാഴ്ച നടത്താൻ സാധ്യമല്ല. മരണത്തെയും അവൻ ജയിച്ചു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ വീടിനകത്തോ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലോ മരണം വാഴ്ച നടത്താൻ നോക്കുന്നെങ്കിൽ, കടഭാരം വഴിയായി മരണം വാഴ്ച നടത്താൻ നോക്കുന്നെങ്കിൽ, രോഗം വഴിയായി മരണം വാഴ്ച നടത്താൻ നോക്കുന്നെങ്കിൽ, കുടുംബ പ്രശ്നം വഴിയായി മരണം വാഴ്ച നടത്താൻ നോക്കുന്നെങ്കിൽ, എന്ത് പ്രശ്നം വഴിയായി മരണം വാഴ്ച നടത്താൻ നോക്കുന്നെങ്കിൽ, ഇന്ന് പകലിൽ മരണത്തിന്റെ വാഴ്ചകളെ അഴിച്ചു കളഞ്ഞുകൊണ്ട്
ആമേൻ 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 ദൈവശക്തിയെ ആമേൻ നിലനിർത്തുന്ന, ദൈവശക്തിയെ ആമേൻ ആമേൻ കൈമാറുന്ന ഒരാത്മതലം ഇന്ന് പകൽക്കാലം തുറക്കപ്പെടട്ടെ. ആമേൻ ആമേൻ കേട്ടോ. മരണത്തിന്റെ ശക്തിയെ അഴിച്ചു കളഞ്ഞുകൊണ്ട് ആമേൻ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ പ്രാപിക്കുന്ന ദൈവജനം, മരണത്തെ ജയിച്ച കർത്താവ്. പ്രിയരെ, ഈ ആമേൻ പൗലോസിനെ നോക്കിക്കേ. ആമേൻ പൗലോസിന്റെ മുമ്പിൽ മരണം വാ പിളർന്നു നിൽക്കുമ്പോൾ, ഇപ്പോൾ നിന്നെ വിഴുകിക്കളയുമെന്ന് പറഞ്ഞ മരണം തന്റെ മുമ്പിൽ വാ പിളർന്നു നിൽക്കുമ്പോൾ, മരണത്തെ നോക്കി പൗലോസ് പറയുന്ന ആമേൻ സ്തോത്രം ഒരു പദമുണ്ട്. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞാൽ നിനക്ക് പോലും എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. യഥാർത്ഥ ക്രിസ്തുഭക്തന്റെ പ്രത്യേകത ഏതാണ്? മരണം പോലും അവന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകും. മരണം പോലും അവന്റെ മുമ്പിൽ വായടച്ചു പോകും. മരണത്തിന് പോലും അവനെ വിഴുങ്ങാൻ സാധ്യമല്ല. കാരണം ആമേൻ 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 ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ജീവിക്കാനുള്ളവനാണ്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ജീവിക്കാനുള്ളവനാണ്. യോസഫിന്റെ കല്ലറ യേശുവിനെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു, നടന്നില്ല. ആമേൻ ഗോൽഗോത്ത യേശുവിനെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു, നടന്നില്ല. പ്രിയരെ, നടക്കത്തില്ല. അവൻ ജീവനുള്ളവനാണ്. ആമേൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ പോലെ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണെന്ന് പറഞ്ഞതുപോലെ, അവന്റെ അകത്തു ജീവൻ വ്യാപരിക്കുന്നിടത്തോളം കാലം പിശാചിന് മരണം കൊണ്ടിട്ട് ആമേൻ സ്തോത്രം മരണത്തെ മരണം കൊണ്ടിട്ട് തോൽപ്പിച്ചു കളവാൻ സാധ്യമല്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, മരണത്തിലും മുഴുവൻ മഹത്വം കൊടുക്കാൻ പറ്റുന്ന ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. അവിടെ കൊണ്ട് നിർത്തുക. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിച്ച്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് തേജസ് കൊടുത്തുമിരിക്കുന്നു. കണ്ടോ? ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ ആശ്വേഷമെടുത്തു വേഷത്തിൽ മനുഷ്യനായി ജഡത്തിൽ കന്യകയിൽ നിന്ന് അവതരിച്ചു 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുകയും 3 വർഷക്കാലം തന്നെ പരിശുശ്രൂഷയെങ്കിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ജനത്തെ ഉറപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ആ എഴുപത്തിക്കാരനായ ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ തെളിയിക്കുകയും അതിനുശേഷം ദൈവത്തിങ്കലേക്ക് മടങ്ങിപ്പോയി തനിക്ക് വെച്ചിരിക്കുന്ന സ്ഥാനത്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് താൻ ഇരിക്കുകയും ചെയ്തു. കണ്ടോ? പുനരുത്ഥാനം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അതേ പുനരുത്ഥാനം. യേശുവിന്റെ ലൈഫിൽ അതും സംഭവിച്ചു. ജനനത്തിൽ മുഴുവൻ മഹത്വം കർത്താവിന് കൊടുക്കാമെങ്കിൽ, പ്രവൃത്തിയിൽ മുഴുവൻ മഹത്വം കർത്താവിന് കൊടുക്കാമെങ്കിൽ, പഠിപ്പിക്കലുകളിൽ യേശുവിനെ പോലെ മഹത്വം കൊടുക്കാൻ കരുത്തുള്ള വേറെ ആർക്കുമില്ലെങ്കിൽ, പരീക്ഷയുടെ കാലയളവിൽ പരീക്ഷകളെ ജയിച്ച യേശുവിനെ പോലെ മഹത്വം കൊടുപ്പാൻ വേറെ ആരുമില്ലെങ്കിൽ, മരണത്തിനകത്തും മഹത്വം കൊടുപ്പാൻ തത്തുല്യനായ ആരുമില്ല. പുനരുദ്ധാനത്തിനകത്തും ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, ആ മഹത്വം കൊടുപ്പാൻ കഴിയുന്ന മറ്റാരുമില്ല. മരിച്ചവർ മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതി. എല്ലാവരും കല്ലറകളിൽ വാസം ചെയ്യുകയാണ്. ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, നസ്രയനായ യേശു ക്രിസ്തു. വർഷങ്ങൾക്ക് മുമ്പ് കാലാകാലങ്ങളിൽ ആമേൻ സ്തോത്രം, ആമേൻ എല്ലാ ഭക്തന്മാരും മൺമറയപ്പെട്ടു പോയപ്പോഴും എല്ലാവരും ഇന്നും ആമേൻ മണ്ണിടയിൽ ഉറങ്ങുമ്പോൾ വിശ്രമിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് തന്നെ പുനരുത്ഥാനത്തിൽ മറ്റൊരാളും പുനരുത്ഥാനം ചെയ്യാത്തതുകൊണ്ട്, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കാത്തതുകൊണ്ട് മഹത്വം അവൻ തന്നെ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മരിച്ചവരുടെ ആദിജാതനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവൻ അവൻ മാത്രമാണ്. ആദിജാതൻ യേശു ക്രിസ്തു മാത്രമാണ് ഉയർത്തെഴുന്നേറ്റ്. ഒറ്റപ്പദം കൂടെ പറഞ്ഞു നിർത്താം. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിച്ചാണ് വേഗം. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? അവൻ യേശു ക്രിസ്തുവിനെ അവൻ സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെ അവൻ കണ്ടതായ നിങ്ങൾ, അവൻ വീണ്ടും വരും. സ്തോത്രം. അവൻ വീണ്ടും മടങ്ങി വരും. എത്ര മഹത്വകരമായ പ്രത്യാശയ തമ്പുരാൻ നൽകുന്നത്. അവൻ മടങ്ങി വരും. അവരൊരു മടങ്ങി വരവുണ്ട്. ഞങ്ങളുടെ യേശു ഒരു കെട്ടുകഥയല്ലെന്ന് തെളിയിക്കുന്ന നിമിഷമാണ്. ഞങ്ങളുടെ യേശു ഒരു കഥയെല്ലാം തെളിയിക്കുന്ന നിമിഷമാണ് നിങ്ങളുടെ തമ്പുരാന്റെ മടങ്ങി വരവ്. ആ മടങ്ങി വരവിൽ എല്ലാ നാവും, എല്ലാ മുഴങ്കാലും അവരുടെ മുമ്പിൽ മടങ്ങും. അന്ന് പറയും, ഇതൊരു കെട്ടുകഥയല്ല, ഇത് കേൾക്കപ്പെട്ടൊരു കഥയല്ല, ഇതൊരു പ്രവാചകൻ മാത്രമല്ല, യേശു സാക്ഷാൽ ദൈവം തന്നെ. അതാ ഞാൻ പറഞ്ഞത്, മഹത്വം കൊടുപ്പാൻ കരുത്തുള്ളവൻ അവൻ മാത്രമാണ്. മഹത്വത്തിന് യോഗ്യൻ അവൻ മാത്രമാണ്. മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയി പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുമ്പോഴും തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ രണ്ടാമത് വാനമേഘങ്ങളിൽ മടങ്ങി വരും എന്ന് പറഞ്ഞ ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമായതുകൊണ്ട് ഞാൻ പറയും, യേശു ക്രിസ്തു ഏക സത്യ നിത്യതയുമാണെന്ന് അന്ന് ലോകം മുഴുവനും അറിയും. അവന്റെ വരവ് ഏറ്റവും അസന്നമായിരിക്കുന്നു. പ്രിയരെ, ഈ കാലയളവിൽ അവനായി ഒരുങ്ങേണ്ടതിന് വലിയ തിരുമേശ ശുശ്രൂഷകളിലേക്ക് നാം പോവുക. ഈ തിരുമേശ ശുശ്രൂഷകൾ സ്തോത്രം അവന്റെ വരവ് വരെയുള്ളൂ. അവന്റെ വരവിന് ശേഷം തിരുമേശ ശുശ്രൂഷകളില്ല. സഭ എടുക്കപ്പെട്ട് കഴിയും. ജനനത്തിലും പ്രവൃത്തിയിലും പഠിപ്പിക്കലുകളിലും പരീക്ഷ കാലയളവുകളിലും മരണത്തിലും പുനരുത്ഥാനത്തിലും മടങ്ങി വരവുകളിലുമെല്ലാം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ 33.5 വർഷം അരച്ചു കലക്കി കുടിച്ചു പഠിച്ചാലും ഈ 33.5 വർഷം സ്തോത്രം മഹത്വം കൊടുപ്പാൻ കരുത്തുള്ള ഒരു യുവാവുണ്ടെങ്കിൽ, മഹത്വം കൊടുപ്പാൻ യോഗ്യനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, മുഴുവൻ മഹത്വം കൊടുപ്പാൻ സ്തോത്രം ഒരാളുണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമാണ്. ഒരു ദൂതോടെ ഞാൻ പറയാം, ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു മാത്രമാണ്. മഹത്വത്തിന് യോഗ്യൻ അവൻ മാത്രമാണ്. അവരെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തമ്പുരാന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടങ്ങാം.